അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമുൽ ഖിറാഅയുടെ 2022 പേപ്പറാണ്, അർദ്ധവാർഷിക പരീക്ഷയുടെ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഉത്തരങ്ങളെ പരിശോധിക്കുന്നത്. ഇംതിഹാൻ നസ്ബി സന ഹൈഅത്തു തഅലീമിൽ ഇസ്ലാമി, അർദ്ധവാർഷിക പരീക്ഷാ പേപ്പർ. അൽ വഖ്തു സഅത്താനി അൽ അലാമത്ത് 100 മാർക്കിലാണ് ഉണ്ടാവുക. 2 മണിക്കൂറാണ് സമയം. ആദ്യം അൽ ഇസ്മു, ഇവിടെ നമ്മൾ കുട്ടിയുടെ പേരെഴുതും, അറബിയിൽ പേരെഴുതും. അൻ നെമിറ എന്നുള്ളിടത്ത് നമ്മൾ കുട്ടിയുടെ ക്ലാസ് നമ്പർ എഴുതും. ഇനി ഒന്നാമത്തെ ചോദ്യം, യോജിച്ച പേരുകൾ പറയുക. 2 മാർക്കാണ് ഒന്നിന്. അങ്ങനെ 5ഉം ശരിയാക്കി കഴിഞ്ഞാൽ 10 മാർക്ക് ലഭിക്കും. ഹബിൽ അല്ലേ, ഈ ചിത്രം കാണിക്കും, എന്നിട്ട് അതിന് യോജിച്ച പേര് ഇതിലേതാണെന്നുള്ളത് കുട്ടി കണ്ടെത്തിയിട്ട് പറയുക. ഹബിൽ, ഇതാണ് കയറിനാണ് ഹബിൽ എന്ന് പറയുക. ഇതെന്താ? ബദർ. ഇതാ ഈ 4മത്തേതാണ് ബദർ. ഇതോ സമർ. ഇത് ആണ് ഇതിൻ്റെ ഉത്തരം. ഹബിൽ ഒന്നാമത്തേത്. ബക്കറ്റിന് ദൽവ്, കാരക്ക തമ്ര. ഇങ്ങനെ പറയുക, പറച്ചിലാണ് കേട്ടോ. ഇനി രണ്ടാമത്തത് അക്ഷരങ്ങളുടെ പേര് പറയുക. 4 × 3 = 12 എന്ന് പറഞ്ഞാൽ 4 അക്ഷരങ്ങളാണുള്ളത്. ഒരക്ഷരം പറഞ്ഞാൽ 3 മാർക്ക് ലഭിക്കും. ഒന്നാമത്തത് സ്വ, ല, സ, ഹ, ദ. സ്വ, ല, ഹ, ദ. ഈ 4 അക്ഷരവും പറഞ്ഞു കഴിഞ്ഞാൽ 12 മാർക്ക് കുട്ടിക്ക് ലഭിക്കും. 1 കുറഞ്ഞാൽ 3 മാർക്ക് കുറയും. ആ നിലക്കാണ് ഇതിന് മാർക്ക് ലഭിക്കുക. ഇനി മൂന്നാമത്തത് സ-ന് മുകളിൽ വട്ടം വരക്കുക. സ എന്ന അക്ഷരം ഇവിടെ 1, 2, 3, 4, 5 5എണ്ണം കൊടുത്താണ്. ഇത് ഒരു ഉദാഹരണത്തിന് കൊടുത്തു, അപ്പോൾ 4 ഉണ്ടാവുള്ളൂ. അപ്പം മസലുൻ എന്നതിൽ സ ഉണ്ടോ? ഉണ്ട്, നടുത്തതാണ് അല്ലേ. അതൊരു ഉദാഹരണത്തിന് വട്ടം വരച്ച്. ഇതുപോലെ ഇതിൽ ഈ 4 സാന കണ്ടുപിടിച്ചിട്ട് വട്ടം വരയ്ക്കുക. 4 × 2 = 8. 4 ചോദ്യമാണുള്ളത്. ഓരോന്നിനും 2 മാർക്ക്. 4ഉം ശരിയാക്കി കഴിഞ്ഞാൽ കറക്റ്റ് സാക്ക് വട്ടം ഇട്ട് കഴിഞ്ഞാൽ 8 മാർക്ക് ലഭിക്കും. അല്ലെങ്കിൽ അതിനനുസരിച്ചുണ്ടാകും. ഹുബ്സുൻ അല്ലേ, ഇവിടെ 3മത്തേത് സുൻ വട്ടം വരക്കുന്നു. സമറുൻ ഇവിടെ 1മത്തേത്. വസ്ബുൻ ഇവിടെ 2മത്തേത്. ഹൈസു ഇവിടെ അവസാനത്തത്. അങ്ങനെ കറക്റ്റ് വട്ടം വരയ്ക്കുക. ഇനി 4മത്തേത് ഖാന് മുകളിൽ ചതുരം വരയ്ക്കുക. 5, 2, 10 5എണ്ണമാണുള്ളത്. ഖുശുബുൻ എന്നത് ഉദാഹരണത്തിന് കൊടുത്തു. ഇതുപോലെ ഇവിടെ ഖ 1മത്തേത് അല്ലേ, അപ്പോൾ അതിന് നമ്മൾ ചതുരം വരച്ചു. ഇതുപോലെ ഈ 5 എണ്ണത്തിലും ഖ ഉണ്ടെങ്കിൽ അതിന് വട്ടം ചതുരം വരയ്ക്കുക. അഖുൻ ഉണ്ടോ? ഉണ്ട്, 2മത്തേതിലെ ഒരു ചതുരം വരയ്ക്കുക. ഖബറുൻ ഇവിടെ 1മത്തേത്. നഖ്ലുൻ ഇവിടെ 2മത്തേത്, നടുവിലത്. ഉഖ്തുൻ ഇവിടെയും നടുവിലെത്തേത്. ഷൈഖുൻ ഇവിടെ അവസാനത്തേത്. അതിന് വട്ടം വരച്ച് ചതുരം വരച്ച് കഴിഞ്ഞാൽ 5ഉം ശരിയാക്കി കഴിഞ്ഞാൽ 10 മാർക്ക് ഇവിടെ ലഭിക്കും. ഇനി 5മത്തെ ചോദ്യം, ചാക്കു മുകളിൽ വട്ടം വരയ്ക്കുക. ഇവിടെ 5 ച ഉൾപ്പെട്ട വാക്കുകളുണ്ട്. ഇതിലൊക്കെ ച ഉണ്ടെങ്കിൽ, ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ വട്ടം വരക്കരുത്, ഉണ്ടെങ്കിൽ വരയ്ക്കുക. പച്ച, ഇത് ഉദാഹരണമാണ്. പച്ച എന്നതിലെ ച എന്നതിനെ വട്ടം വരച്ചതുപോലെ ഈ 5 വാക്കുകളിലും ച ഉണ്ടെങ്കിൽ വട്ടം വരയ്ക്കുക. അടച്ചു ഇവിടെ അവസാനത്തത് വട്ടം വരച്ചു. ചാരി ഈ തുടക്കത്തിലുള്ളത് ച വരച്ചു. ചക്ക 1മത്തേത് വരച്ചു. ചീര ഇവിടെയും 1മത്തേത്. ചൂടി ഇവിടെയും 1മത്തേത്. ഇങ്ങനെ ഈ 5 എണ്ണത്തിന് വട്ടം വരച്ചാൽ 10 മാർക്ക് ലഭിക്കും. ഇനി അവസാനത്തെ ചോദ്യം 6മത്തേത്, നോക്കി വായിക്കുക. താഴെ കൊടുത്തത് എല്ലാം നോക്കി വായിച്ചു കഴിഞ്ഞാൽ അതിന് ഓരോന്നിൻ്റെയും മാർക്കാണ് ആദ്യം പറയുക. ഇവിടെ ഫസ്റ്റത്തെ വരിയിൽ 5 അക്ഷരങ്ങളുണ്ട് ചിഹ്നമിട്ടിട്ടുള്ളത്. 5ഉം വായിച്ചാൽ 10 മാർക്ക് ലഭിക്കും. രണ്ടാമത്തേത് 2 അക്ഷരമുള്ള ഒരു ചെറിയ വാക്കുകൾ, 1, 2 ഇവിടെയും 5 എണ്ണം, അതിനും 10 മാർക്ക്. മൂന്നാമത്തേത് ഒന്നും കൂടിയും ഒരു 3 അക്ഷരമുള്ള വാക്കാണ്, 3 എണ്ണം.
ഇത് മൂന്നും വായിച്ചാൽ 15 മാർക്ക് ലഭിക്കും. തൊട്ടു താഴെ ഒരു 4 അക്ഷരമുള്ള 3 വാക്ക്, അതും വായിച്ചാൽ 15 മാർക്ക് കിട്ടും. ജു, ദി, സ, സി, തുൻ. ഇങ്ങനെ ഫുള്ള് വായിച്ചാൽ 10 മാർക്ക് ലഭിച്ചു. ജുഷ്, ബിദ്, ഹുസ്, ബിത്, സിർ. ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക്. ഉഖിദ, സിത്റുൻ, ഷുർബുൻ. ഇങ്ങനെ വായിച്ചാൽ 15 മാർക്ക്. ഹുഷൂറുൻ, തായിബുൻ, തസീറു. ഇങ്ങനെ വായിച്ചാൽ 15 മാർക്ക്. അങ്ങനെ 15, 15, 30, 40, 50. ഇത് മാത്രം നിങ്ങൾ ഫുള്ളായിട്ട് ശരിയാക്കി വായിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? 50 മാർക്ക് ഇവിടെ മാത്രം കിട്ടും. ബാക്കി 50 മുകളിലുള്ള 5 ചോദ്യങ്ങൾക്കാണ്. ഈ പേജിലും തൊട്ടപ്പുറത്ത തുടക്കത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് 50 മാർക്ക്. അപ്പോൾ വളരെ സാവധാനം ശ്രദ്ധിച്ച് ചിന്തിച്ച് നിങ്ങൾ വായിച്ചാൽ 100-ൽ 100 മാർക്ക് നമുക്ക് നേടാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു വിജയങ്ങൾ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.